ഈ ചുറ്റു കാണുന്ന ബിൽഡിങ്ങിന് മൊത്തം കഴിഞ്ഞ ഭൂകമ്പത്തിൽ തകർന്നതാണ്. ഈ കാണുന്ന കെട്ടിടം മൊത്തത്തിൽ തകർന്നതായിരുന്നു. അത് വീണ്ടും കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നേപ്പാളിലെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാഠ്മണ്ഡു ആണ്. നേപ്പാളിലെ തലസ്ഥാന നഗരിയാണത്. ഇന്ന് രാത്രി വരെ പരമാവധി നേപ്പാളിൻ്റെ തലസ്ഥാന നഗരി മൊത്തം ചുറ്റിക്കാണാനാണ് പ്ലാന്. പിന്നെ നാളെയാണ് നേപ്പാളിലെ അവസാനത്തെ ദിവസം. कितना? $504, huh? Got 4.6. Yeah. $500 പെട്രോൾ അടിച്ചു, പക്ഷെ അതെവിടെയും കാണുന്നില്ല. हाँ, होटल चाहिए नहीं मिलेगा। हाँ. और इधर जाइए, धर्म पथ आएगा, उधर पूछिए, उधर होटल हो। ഇവിടെ ഹോട്ടലില്ലാന്ന് പറയുന്നു. അങ്ങനെ കാഠ്മണ്ഡു എത്തി. രാവിലെ റൂമിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓണറായിട്ട്. അതായത് ചായ ഓർഡർ ചെയ്ത് പിന്നീട് റേറ്റ് കണ്ടപ്പോൾ നമ്മളത് ഉടനെ ഓർഡർ ചെയ്ത് ഉടനെ നമ്മളത് ക്യാൻസൽ ചെയ്തു. ഓർഡർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്യാൻ നേപ്പാളികൾക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. ഒരു ചായക്ക് 60 റുപ്യായിരുന്നു. ഒരു ചായക്ക്, ഒരു ചെറിയ ഗ്ലാസ് ചായക്ക് 60 റുപ്യ. അത് വളരെ കൂടുതലാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത്. 2500 റുപ്യ പറഞ്ഞ് നേപ്പാളി കറൻസി പറഞ്ഞ് നമ്മൾ 2000 ആക്കി. ഇതിന്റെ മുന്നേ ഒരു ഹോട്ടലിൽ കയറി, ഷാലിമാർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കയറിയ മെറിഡിയൻ എന്നതിന്റെ പേര്. അവിടെ നമ്മളോട് 3000 പറഞ്ഞു. എല്ലാം സെറ്റായി കഴിഞ്ഞ് ഇവർ IC ഇടക്കിടക്ക് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ IC എന്താ ചോദിച്ചാൽ ഇന്ത്യൻ കറൻസി. നമ്മൾ ഇന്ത്യൻ കറൻസി നേപ്പാളി കറൻസി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇവിടെ വന്ന് പ്രത്യേകം നോക്കേണ്ട. ഇവർ റേറ്റ് പറയും, ഇടക്ക് മാത്രം ഇവർ IC എന്നൊക്കെ പറയും. പക്ഷെ നമുക്കത് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അത് ശരിക്കും ഇന്ത്യൻ കറൻസിയാണ്. ഇന്ത്യൻ കറൻസി എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ നേപ്പാളി കറൻസി തന്നെ എടുക്കുക. പ്രത്യേകിച്ച് കാഠ്മണ്ഡു സിറ്റിയിലൊക്കെ റൂം എടുക്കുമ്പോൾ നേപ്പാളി കറൻസി ആണെന്ന് വീണ്ടും ചോദിക്കുക. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചോദിക്കുക. അപ്പോൾ ശരി, ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കാഠ്മണ്ഡു സിറ്റി ഒന്ന് കറങ്ങണം. നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് പശുപതിനാഥ് ടെമ്പിൾ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ വിശാഖേട്ടനും നിധുവും അകത്തോട്ട് പോയി. ഞാനിവിടെ പുറത്ത് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്.
കാഠ്മണ്ഡു എത്തി കാലാട്ട് നേരെ പശുപതി ടെമ്പിളിൽ കയറി. ഭാഗ്യമില്ലാന്നൊക്കെ നട അടച്ചിട്ടായിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. എന്നാലും ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കണ്ടു. ഇനി കുറച്ചും കൂടി സ്ഥലങ്ങളുണ്ട് ഇതിന് ചുറ്റും, ടെമ്പിളിൻ്റെ ചുറ്റും തന്നെ. അതിന് കാണുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടി. പൂരിയാണ്, ഇത് വലിയ പൂരി, നല്ല നെയ്യും ഉണ്ട്. എണ്ണ ശരിക്കും എണ്ണ ഉണ്ട്, എണ്ണയ്ക്ക് എണ്ണയുണ്ട്. പിന്നെ കൂടെ അച്ചാറും ചെനക്കറി, ചെന മസാല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെന മസാല ഇന്ന് പബ്ലിക് ഹോളിഡേയാ, അങ്ങനെ റോഡൊക്കെ ഫുള്ളും കാലിയ, കടകളൊക്കെ അടച്ചിരിക്കുക. യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു പൂരി കഴിക്കുന്നത്, പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഒരു വെറൈറ്റി ഫുഡ്. നിതു നമ്മളൊക്കെ ഒരു 10 മിനിറ്റ് മുന്നേ കയറി വന്നു. നിതു ആടെ ആടിക്കുഴഞ്ഞു വരുന്നുണ്ട്. ആ 10 സ്റ്റെപ്പ് കയറാൻ അരമണിക്കൂർ ആശാൻ എടുത്തത്. എന്താണ് നിതു? മരിച്ചവരെ ദഹിപ്പിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വാങ്ങിയ മാലയാണ്, 150 പറഞ്ഞ്. അത് പിന്നെ 100 റുപ്യക്ക് നമുക്കത് കിട്ടി. ഇതാണ് ബക്താപൂർ മാർക്കറ്റ്. ഇത് ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെ ആട്, കോഴി, പച്ചക്കറി എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഇവിടെ ഈ കാണുന്ന ക്ഷേത്രം 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഇവിടെ ഒരുപാട് ഭൂകമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഈ ചുറ്റു കാണുന്ന ബിൽഡിങ്ങുകൾ മൊത്തം കഴിഞ്ഞ ഭൂകമ്പത്തിൽ തകർന്നതാണ്. അതിൽ ഭൂരിഭാഗം അവർ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട സ്ഥലമാണ് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ. പഴയ റോയൽ പാലസിൻ്റെ മുൻവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2015 ഏപ്രിൽ 25-ാം തീയതി ഉണ്ടായ ഭൂമികുലുക്കത്തിൽ ഇവിടെ വലിയ കേടുപാട് തന്നെ സംഭവിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു വീണു. അതിൽ ഭൂരിഭാഗവും അവർ വീണ്ടും നിർമ്മിച്ചു. ഈ കാണുന്ന കെട്ടിടം മൊത്തത്തിൽ തകർന്നതായിരുന്നു. അത് വീണ്ടും കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തു.
ഇതാണ് ഭക്തപൂർ ദർബാർ സ്ക്വയറിലെ എൻട്രൻസ്. അവിടെ എൻട്രൻസിന് ഫീസ് ഉണ്ട്. നമ്മുടെ എൻട്രൻസ് ഫീസ് കൊടുക്കാണ്ട് ബാക്കിലൂടെ കയറി വന്ന് എൻ്റെ എൻട്രൻസിലൂടെ പുറത്തേക്ക് വന്ന് നേരെ ഓപ്പോസിറ്റ്. കഴിഞ്ഞ ഭൂകമ്പം ബാധിച്ച ഏരിയ ആട്ടോ ഇതെല്ലാം. ഉണ്ടോ, എല്ലാം പുതുക്കി പണിയാണ് ഇവർ. ഇവിടെ കുറേ വീടുകളൊക്കെ ബാക്കിലൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. പൊളിഞ്ഞെടുക്കുന്ന വീടുകളൊക്കെ അവർ ഷീറ്റിട്ട് മറച്ച് വെച്ചേക്കാം. ഇതാണ്ടില്ലേ, സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡിങ്ങിന്. എല്ലാം പഴയ കാലത്തെ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആ ക്ഷേത്രം ഇപ്പോഴും അതേപോലെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടില്ല, സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം. സാധനം കയറ്റി കൊണ്ടൊക്കെ വണ്ടിയാ. ഈ മുന്നിലെന്താ സാധനം, ജനറേറ്ററോ അതോത്ത് എന്തോ സാധനം മുന്നിൽ വെച്ചേക്കണത് എന്നിട്ട്. അങ്ങനെ നമ്മൾ ദർബാർ സ്ക്വയർ കണ്ടു. ദർബാർ സ്ക്വയർ കണ്ടിറങ്ങി. ദർബാർ സ്ക്വയറിലെ എൻട്രൻസിലൂടെ അല്ല നമ്മൾ കയറിയത്. അതുകൊണ്ട ഇത് ബാക്ക് വഴിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. 17-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ക്ഷേത്രം തോന്നുന്നത്. അതിൻ്റെ ഒരു സൈഡിലെ കൂടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറിയത്. ശരിക്കും കയറുകയാണെങ്കിൽ 500 റുപ്യയാണ് ഇന്ത്യക്കാർക്കുള്ള റേറ്റ്. ഇംഗ്ലീഷുകാർക്കെല്ലാം 5000 റുപ്യ നേപ്പാളിക്കാർക്ക്. അങ്ങനെ നമ്മൾ അതിലെ കൂടി കയറിയിട്ട് നമ്മൾ സ്റ്റിക്കർ വാങ്ങാൻ പോയി. സ്റ്റിക്കർ വാങ്ങി തിരിച്ച് അതേപോലെ കയറുമ്പോഴാണ് നമ്മളെയും കാത്ത് അവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ കാശ് ടിക്കറ്റ് എടുത്തിട്ട് മാത്രം അകത്ത് കയറാൻ പറ്റുന്നത്. നമ്മളെന്ത് ചെയ്തു, നൈസായിട്ട് ബാക്കിലേ കൂടി കറങ്ങി വന്ന് ഇതാ അവിടെ ചെറിയൊരു എക്സിറ്റ് ഉണ്ട്, വഴിയുണ്ട്. അതിലേക്ക് കൂടി വന്ന് ബൈക്കിലേക്ക് എത്തി. സൂപ്പർ. ഒരു 500 റുപ്യ കൊടുത്തൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ മൊത്തം 1500 റുപ്യ പോയേനെ. നല്ല മഴയാണ്. ബൈക്ക് രണ്ടും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ നിൽക്കണം. നല്ല മഴയാട്ടാ. ഇന്ന് വേറെ എവിടെയെങ്കിലും പോക്ക് നടക്കുമെന്നറിയില്ല ഈ മഴയത്ത്. അങ്ങനെ സ്വയംഭൂ എത്തി. മൊണാസ്ട്രി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് മൊണാസ്ട്രി അല്ല. അങ്ങനെ സ്വയംഭൂ ടെമ്പിളിലെത്തി. എല്ലായിടത്തും പോലെ ഫോട്ടോഗ്രാഫി. രണ്ടാളും എന്താ അഭിനയം. സ്വയംഭൂനാഥ ടെമ്പിളാണ് മുകളിൽ കാണുന്നത്. അവിടേക്ക് ഇനിയും സ്റ്റെപ്പുകൾ കുറച്ച് കയറാണ്ട്. ഇതുവരെ കയറിയപ്പോൾ തന്നെ ടയർഡായി. പിന്നെ ഈ സ്ഥലം നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു പ്ലേസാണിത്. ഈ ഒരു സ്ഥലത്താണ് നമ്മളെ മോഹൻലാലും ലാലേട്ടനും ജഗദീശേട്ടനും കൂടിയിട്ട് യോധ സിനിമയിലുള്ള കുറേ കോമ്പിനേഷൻ സീൻസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് അമ്പട്ടെന്നൊക്കെ വിളിക്കണ ഏരിയ ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഇവിടെ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ സ്വയംഭൂ ടെമ്പിളിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ആ മുകളിൽ കാണുന്നത്. പതിവ് പോലെ തന്നെ ബൈക്ക് വിട്ട് കഴിഞ്ഞാൽ തടി അനങ്ങൂല. ഇതാ അവിടെ മുകളിലെത്തണം. പക്ഷേ ഞാൻ കേറിയിരിക്കും. നിധു ആവേശത്തോടെ ഇതാ മോളോട്ടേ കയറി പോവാണ്. വിശാഖേട്ടനും ഒട്ടും പിറകിലല്ല. ആവേശത്തിനുണ്ടായ നിധു സൈഡായി. ഞാൻ എപ്പോഴും കയറും. നിധു
അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി സ്വയംഭൂനാഥ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ടോപ്പ് ചെയ്ത് ഒരു ഉള്ളിലെന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ രീതിയൊന്നും നമുക്ക് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കാര്യമായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് തൊഴു, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ചെരുപ്പിട്ട് കയറാം. നമ്മളവിടെ ഒന്ന് ചെരുപ്പിട്ടിട്ട് അമ്പലത്തിൽ കയറാം, പക്ഷെ ഇവിടെ ഫുൾ ചെരുപ്പിട്ട് കയറാം. അപ്പോൾ കുറച്ച് ഇത് കാണാണ്ട്, പക്ഷെ അമ്പലം കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ ഉണ്ട് ഇവിടെ. എന്തായാലും കാണാൻ പറ്റിയ തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണണം അല്ലേ നിതു? ഈ ഭൂമികുലുക്കം ബാധിച്ച ഏരിയ ആണ് ഇതെല്ലാം. അതിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പണിയൊക്കെ. മിക്കവാറും എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട് കാഠ്മണ്ഡു. അങ്ങനെ ഞാനും വിശാഖേട്ടനും നീതും കൂടി ഈ പറഞ്ഞ സ്റ്റെപ്പ് മൊത്തം എണ്ണി. എനിക്ക് 451 കിട്ടി. നിങ്ങൾക്ക് എത്ര കിട്ടി? 451. ഇനി ഒരാളും കൂടിയുണ്ട്, മിസ്റ്റർ സ്ലോ. 451. ആശ കുറച്ചെണ്ണിതാ. തുടക്കത്തിൽ നമ്മളോട് എണ്ണാൻ പറഞ്ഞ ആളാ പതിവ് പോലെ. Hi, my name is Animesh. Hello guys, my name is Aditya and he's doing an excellent job riding for 2 months on the road and they're covering Nepal, Bhutan, Leh, whatnot. I mean, hats off to their spirit. We just made it from Bombay to Nepal but they're riding 2 months. That's a lot. That's a lot. അദ്ദേഹം ഒരു യൂട്യൂബറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് Aditya's Lens. ഇൻസ്റ്റാഗ്രാമിന് സെയിം നെയിമിലാണുള്ളത്. അപ്പോൾ ശരി, ഇന്നത്തെ ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അവസാനം ബെല്ലൈക്കൺ അമർത്തുക. ഏതായാലും ശരി.